മമ്പുറം ഖുത്ബ് സമാൻ എന്ന് പറയപ്പെടുന്നത് വലിയ വിലായത്തിൻ്റെ ദർജയെത്തിയ അത്യുന്നത പദവിയിൽ ഉയർന്ന കാലഘട്ടത്തിൻ്റെ ഔലിയാക്കളുടെ ലീഡറാണ്, നേതാവായിരുന്നു ബഹുമാനപ്പെട്ടവർ. സമാൻ്റെ ഖുത്ബ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഈ പ്രപഞ്ചത്തിൽ റഹ്മാനായ റബ്ബ് എന്തവൻ്റെ ഇറാദത്തിൽ നിന്ന് സംഭവിക്കുന്നുവെങ്കിലും കാലഘട്ടത്തിൻ്റെ ഖുത്ബിന് അറിയാത്തൊരു വിഷയം ഈ പ്രപഞ്ചത്തിൽ നടക്കുകയില്ല. അങ്ങനെയുള്ളൊരു മർത്തബക്കാണ് ഖുത്ബ് എന്ന് പറയപ്പെടുക. ഖുത്ബാണെങ്കിൽ പ്രപഞ്ചത്തിൽ നടക്കുന്ന സർവ്വ ചെറുതും വലുതുമായ സർവ കാര്യങ്ങളും ഖുത്ബിന് അള്ളാഹു അറിയിച്ചു കൊടുക്കുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രപഞ്ചത്തിനെ മുഴുവനും അറിഞ്ഞ് കീഴ്പ്പെടുത്തി അധികാരം നടത്തി പ്രവർത്തിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട മമ്പുറത്തൂർ. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇരുന്നോളി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുത്ബ് സമാന്റെ ഹളറത്തിലാണ് നമ്മൾ വഅദ് പറയുന്നത്, നിങ്ങളിരുന്ന് കേൾക്കുന്നത്, ഈ പരിപാടി നടക്കുന്നത്. എന്തുകൊണ്ടും പാപ്പാൻ്റെ ബറക്കത്ത് നമുക്കുണ്ടാവും. അള്ളാഹു പാപ്പാൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സർവ്വ പദ്ധതികളും അള്ളാഹ് പൂർത്തിയാക്കി തരട്ടെ, അള്ളാഹ് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യവർഗത്തിനെ കൊണ്ടുവന്നത് അവൻ്റെ പ്രഭയാകുന്ന വഹ്യ്, ആ വഹ്യ് ഈ പ്രപഞ്ചത്തിൽ നടപ്പാക്കാനാണ് അല്ലാഹു തആല മനുഷ്യവർഗത്തിനെ ഈ ലോകത്ത് കൊണ്ടുവന്നത്. മനുഷ്യനെ അല്ലാഹ് പടച്ചതിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ് അത് വഹ്യായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കല്ല അവതരിപ്പിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് തന്നെ വഹി ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രകൃതി ഗുണം ഈ ഇരിക്കണ നമുക്കൊക്കെ അള്ളാഹു തന്നിട്ടുണ്ട്. കേൾക്കാൻ കഴിവ് തന്നു, കേട്ടത് ഹൃദിസ്ഥമാക്കാൻ കഴിവ് തന്നു, കേട്ട് ഹൃദിസ്ഥമാക്കിയ വിഷയത്തിൽ തഫക്കുർ ചെയ്യാൻ, ചിന്തിക്കാനുള്ള കഴിവ് തന്നു, ആ ചിന്തിക്കാനുള്ള മാർഗങ്ങൾ തന്നു. എങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഇൽമിൽ പഠനം നടത്തി മഅരിഫത്തിലേക്ക് ഉയരണം, ആസ്വാദനത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വരണം എന്നത് ഏകനായ റബ്ബ് ആസ്വദിച്ച് അനുഭൂതിയോടുകൂടി അനുഭവിച്ചറിയാനുള്ള എല്ലാ ആത്മീയ ഗുണങ്ങളും നൽകി സൃഷ്ടിക്കപ്പെട്ട ഉത്തമ വിഭാഗമാണ് മനുഷ്യവർഗം എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു ഖുർആനിൽ മനുഷ്യവർഗത്തിനെ കുറിച്ച് വലഖദ് കറംനാ ബനി ആദമ, ആദ്യം വന്ന മനുഷ്യൻ ആദം നബി, ആ ആദം നബിൻ്റെ മക്കളായി വന്ന സർവ്വ മനുഷ്യന്മാരെ കുറിച്ചും ഖുർആൻ പറഞ്ഞു. ഈ ആദം നബിൻ്റെ മക്കൾക്ക് നമ്മൾ വലിയ തക്രീമത്ത് നൽകി, വലിയ ബഹുമാനം നമ്മൾ നൽകി. എന്താണ് നമുക്ക് അല്ലാഹു തന്ന ബഹുമാനം? അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമിനെ, ആ വഹ്യിനെ വഹ്യായി കേൾക്കാനും ആസ്വദിക്കാനും അത് നുകരാനും പഠിക്കാനും ചിന്തിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള കഴിവ് ഈ ഇരിക്കുന്ന നമുക്കൊക്കെ അള്ളാഹു തന്നു. പക്ഷേ നമ്മളെ കണ്ണ് നമ്മൾ ആ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചിട്ടില്ല, നമ്മളെ കാത് ആ ഭാഗത്തേക്ക് തിരിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് മുസ്ലിം മനുഷ്യവർഗത്തിന് പലർക്കും അറിവ് പഠിക്കാൻ കഴിയാതെ പോയത്. അറിവാണ് അല്ലാഹ് ലോകത്ത് മനുഷ്യനെ പടച്ചതിൻ്റെ ലക്ഷ്യം, അതാണ് ഇൽമാണ്. അള്ളാഹുവിൻ്റെ നൂർ ഇൽമ് അത് അല്ലാഹു തആല വഹ്യായി ഈ ലോകത്ത് എന്ത് ചെയ്യണം? പ്രചരിപ്പിക്കണം. അത് പ്രചരിപ്പിക്കാൻ പറ്റുന്ന ഉത്തമ വിഭാഗത്തിനെ അല്ലാഹ് മനുഷ്യവർഗത്തിനെ ലോകത്ത് കൊണ്ടുവന്നു. ഇത് ഖുർആനിലുടനീളം നോക്കിയാൽ ഈ മഹത്തായ സത്യം അല്ലാഹു ഖുർആന്റെ ആയത്തുകളിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് നമുക്കൊക്കെ പഠിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. പഠിക്കണം, ഒന്നുകിൽ ആലിമാകണം, അല്ലെങ്കിൽ മുത്തഅല്ലിമാകണം, അല്ലെങ്കിൽ കേട്ടു പഠിക്കുന്നവനാകണം, അല്ലെങ്കിൽ അവരെ മഹബത്ത് വെക്കുന്നവനാകണം. വലാ തകുൻ ഖാമിസ, അഞ്ചാമത്തെ വിഭാഗത്തിൽ നമ്മൾ പെടാൻ പാടില്ല.
ഇത് മുത്തുനബിൻ്റെ കാര്യമായ നിർദ്ദേശമാണ്. അഞ്ചാമത്തെ ഒരു പാർട്ടി ഇവിടെ ഉണ്ടാവും, ആ പാർട്ടിയിൽ നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല എന്നാണ് മുത്തു റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഏത് മനുഷ്യൻ്റെ ബഹുമാനമെന്ന് പറയപ്പെടുന്നതും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തിൽ കൂടിയാണ്, അറിവുകളിൽ കൂടിയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ അള്ള സ്ഥാനം നൽകുന്നത്. അതുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാ ആളുകളോടും ഓർമ്മപ്പെടുത്തുന്നത്, പഠിക്കുക, പഠിപ്പിക്കുക, കേട്ടു പഠിക്കുക, പഠിക്കുന്നവരെയും മറ്റും സ്നേഹിക്കുക, അല്ലാതെ മുഖം തിരിഞ്ഞു കളയുന്ന, പിന്തിരിഞ്ഞു കളയുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറാൻ പാടില്ല. ഇത് മുത്തു റസൂലുള്ളാഹിന്റെ നിർദ്ദേശമാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ ദീന്. ഇത് നടപ്പാക്കാൻ വേണ്ടി അമ്പിയാക്കളെ അള്ള ലോകത്ത് കൊണ്ടുവന്നു. അങ്ങനെ ആ ദീനൊരു ഇൽമിൽ എന്താണ് പ്രധാനമായിട്ടുള്ള വിഷയം? പ്രധാനമായി നമ്മൾ ഉൾക്കൊള്ളുന്ന ആശയം എന്താണ്? അതിൽ നമ്മൾ പ്രധാനമായി പഠിക്കുന്ന ഖുർആനായാലും ഹദീസായാലും തൗറാത്തായാലും ഇഞ്ചീലായാലും സബൂറായാലും ഏത് കിതാബായാലും ഏടായാലും അതിലെല്ലാം വളരെ മർമ്മമായി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ലോകത്ത് ജീവിതം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. എന്നേക്കുമായൊരു ജീവിതം നമുക്ക് വരാൻ കിടക്കുന്നുണ്ട്. ആ വരാൻ കിടക്കുന്ന ജീവിതത്തിനെ നമ്മൾ അറിയണം. അതിനാണ് അന്ത്യനാൾ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കാൻ അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ചു. ഈമാൻ കാര്യത്തിൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന മുസ്ലിം അവൻ്റെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കണം. അതാണ് ഈമാൻ കാര്യം 6. പല കാര്യങ്ങളെ കൊണ്ടും വിശ്വസിക്കണം. അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം അത് വിശ്വാസമായി മാറണമെങ്കിൽ അതിനോടനുബന്ധമായ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. അതിൽ വളരെ മർമ്മമാണ്, നമുക്കൊക്കെ ഒരു പരലോകം വരാനുണ്ട്. ആ പരലോകത്ത് നമ്മൾ വരുമ്പോൾ നമ്മൾ വിശ്വസിച്ച ഉടമസ്ഥനായ റബ്ബിൻ്റെ മുമ്പിൽ അള്ളാഹു നമ്മളെ കൊണ്ടുവരപ്പെടും. അതുകൊണ്ടൊരു മുക്കല്ലഫായ മനുഷ്യൻ, ബുദ്ധിമാനായ മനുഷ്യനോട് ഈ വഹിയിൽ കൂടി, സന്ദേശത്തിൽ കൂടി, ഏത് നബിയാണെങ്കിലും ഏത് റസൂലാണെങ്കിലും അവരിൽ നിന്ന് അനന്തരാവകാശം ഉൾക്കൊണ്ട ഏത് വലിയാണെങ്കിലും പണ്ഡിതനാണെങ്കിലും അവരെല്ലാം ലോകത്തിനോട് വിളിച്ചു പറയുന്നത്, ലോകത്തിന് പഠിപ്പിച്ചു തരുന്ന ആശയം, നിനക്ക് നിന്റെ ഉടമസ്ഥനായ റബ്ബിനെ കണ്ടുമുട്ടുന്നൊരു ദിനം വരാനുണ്ട്. നിന്റെ ഉടമസ്ഥനായ റബ്ബിൻ്റെ മുമ്പിൽ നിന്നെ തൊലിയൂരി നിർത്തുന്നൊരു രംഗം വരാനുണ്ട്. ഇവിടേക്കാണ് നമ്മൾ വിഭവങ്ങൾ സമൃദ്ധമാക്കുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ മുസ്ലിമായത്, അതിനു വേണ്ടിയാണ് നമ്മൾ മുഅ്മിനായത്, അതിനു വേണ്ടിയാണ് നമ്മൾ മമ്പർത്തപ്പാപ്പാനെ ബഹുമാനിച്ചത്, അതിനു വേണ്ടിയാണ് പണ്ഡിതന്മാരെ ആദരിക്കുന്നത്, അതിനു വേണ്ടിയാണ് മുത്തഅല്ലിമാകുന്നത്, അതിനു വേണ്ടിയാണ് ആലിമാകുന്നത്, അതിനു വേണ്ടിയാണ് നമ്മൾ മുഹിബാകുന്നത്, എല്ലാം ആകുന്നത്. ഈ ലോകം കഴിഞ്ഞ് എന്നേക്കുമായൊരു അന്ത്യനാൾ വരുമ്പോൾ എന്നെയും നിങ്ങളെയും പടച്ചു പരിപാലിക്കുന്ന ഉടമസ്ഥനായ റബ്ബിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരെയും തൊലിയൂരി നിർത്തുന്ന ഒരു രംഗം വരാനുണ്ട്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, അന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു ദിനമാണ്. എല്ലാവരും ഒരുമിച്ച് കൂടി മഹ്ശറയിൽ റബ്ബിൻ്റെ കോടതിയിൽ നിൽക്കുമ്പോൾ അള്ളാഹു പ്രഖ്യാപിക്കുന്നു, തമ്മാടികളായ മനുഷ്യന്മാരെ, ഒന്നങ്ങോട്ട് വേറിരിഞ്ഞു നിൽക്കി, എൻ്റെ സജ്ജരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കില്ല, ഒന്ന് വേറിട്ട് നിൽക്കി എന്ന് പറയുമ്പോൾ മുജ്രിമീങ്ങളെ വേർതിരിച്ചു നിർത്തും. അള്ളാഹുവെ, ആ രംഗത്ത് പാവപ്പെട്ട ഞങ്ങളാരെയും ആ മുജ്രിമീങ്ങളെ കൂട്ടത്തിൽ പെടുത്തരുത് റഹ്മാനെ. അങ്ങനെ റബ്ബിൻ്റെ കാഴ്ചയിൽ വലിയ 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 രംഗങ്ങൾ ഈ ഇരിക്കണ ഓരോ ബുദ്ധിമാനും വരാൻ കിടക്കുന്നുണ്ട്. അതാണ് കോടതി. ആ കോടതിയിലാണ് ന്യായം തിരിയേണ്ടത്, ആ കോടതിയിലാണ് രക്ഷപ്പെടേണ്ടത്, അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. അതുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടണമെന്നുള്ള, അവിടെ സന്തോഷം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മുക്കല്ലഫായ മനുഷ്യനും ആ റബ്ബിനെ, എൻ്റെ ലിഖായിനെ കൊതിച്ചുകൊണ്ട്
ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യ, നമുക്ക് ആ ഒരു രംഗം സന്തോഷകരമായി കിട്ടണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രംഗം സന്തോഷകരമായി കിട്ടാൻ നമുക്ക് പല മാർഗങ്ങളും അല്ലാഹു തന്നിട്ടുണ്ട്. ആ മാർഗങ്ങൾ അവലംബമാക്കാതെ, ആ മാർഗങ്ങൾ സ്വീകരിക്കാതെ ഒരിക്കലും റബ്ബിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടാൻ കഴിയുകയില്ല. ഇവിടെയാണ് സുന്നത്തി ജമാഅത്തും മറ്റുള്ളവരും വേർതിരിയുന്നത്. മറ്റുള്ളവർ പറയുന്നത് അങ്ങനെ ഒരു വിഷയത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ സ്വന്തമായിട്ട് ജീവിച്ചാൽ മതി. അങ്ങനത്തെ ഒരാശയമാണ് തൗഹീദിൻ്റെ പേരിൽ ഇതരന്മാർ ഈ ലോകത്ത് ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ സ്ഥാനം എൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ എനിക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഞാൻ അവലംബമാക്കേണ്ട ഒരുപാട് മാർഗങ്ങളുണ്ട്. ആ മാർഗത്തിൽ കൂടിയല്ലാതെ ഒരിക്കലും റബ്ബിനെ സന്തോഷത്തോടെ റബ്ബിൻ്റെ ലിഖാ ആസ്വദിക്കാൻ കഴിയുമെന്നാരും പ്രതീക്ഷിക്കണ്ട. അല്ലാഹ് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആ മാർഗത്തിൽ വലിയ മാർഗമാണ് അല്ലാഹു തആല നമുക്ക് നൽകിയ അംബിയാ മുർസലുകളെ കൊണ്ട് വിശ്വസിക്കൽ. അതിൽ നമ്മളൊക്കെ എല്ലാ അംബിയാക്കളെയും എല്ലാ മുർസലീങ്ങളെയും പൊതുവിൽ വിശ്വസിച്ചവരാണ് നമ്മൾ. അതോടൊപ്പം നമ്മൾ റസൂലായി അംഗീകരിച്ച റസൂലാണ് ലോകത്തിൻ്റെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്ത് റസൂലുള്ളാഹി തങ്ങളെ അവലംബമാക്കാതെ എവിടെയും അള്ളാഹിൻ്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയൂല. അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടണമെങ്കിൽ ആ മുത്ത് റസൂലുള്ളാഹി തങ്ങളെ എല്ലാ അർത്ഥത്തിലും നമ്മൾ അവലംബമാക്കണം. പ്രിയമുള്ളവരെ, നല്ല പഠിക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ സ്ഥാനത്തിന്, ഹബീബായ മുത്തുനബിൻ്റെ പദവിക്ക് കോട്ടം വരുന്ന ഒന്നരായ റഈസുൽ ഉസ്താദ് നമുക്ക് നേർന്നു തന്നു. ഉസ്താദിന് അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, സിഹത്ത് നൽകട്ടെ. വഫാത്ത് വരെ ദർസ് നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുതഅല്ലിമീങ്ങൾക്ക് കിതാബ് ഓതി കൊടുക്കാൻ അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ നേതൃത്വത്തിൻ്റെ കീഴിൽ നമുക്കൊക്കെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. പ്രിയമുള്ളവരെ, അപ്പോൾ അതുകൊണ്ട് ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെല്ലാ വിഷയത്തിലും അവലംബമാക്കണം. ഇത് അംഗീകരിക്കാൻ ബിദ്അത്തുകാർക്ക് കഴിയൂല. അവിടെയാണ് ബിദ്അത്തും സുന്നത്തി ജമാഅത്തും വേർതിരിയുന്നത്. നമ്മളെ സംബന്ധിച്ച് റബ്ബിൻ്റെ കോടതിയിൽ രക്ഷപ്പെടണമെങ്കിൽ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ അവലംബമാക്കാതെ രക്ഷപ്പെടാൻ സാധ്യമല്ല. ഇതാണ് നമ്മുടെ തൗഹീദിൻ്റെ ഒന്നാമത്തെ മർമ്മം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി തങ്ങളോട് എല്ലാ അർത്ഥത്തിലും നമുക്ക് ബന്ധം വേണം. ഞാൻ പറയുന്ന വാക്കുകൾ മുത്ത് റസൂലുള്ളാഹിനോട് ബന്ധമുള്ള വാക്കാകണം. ഞാൻ കാണുന്ന കാഴ്ചകൾ റസൂലുള്ളാഹിക്ക് പൊരുത്തമുള്ള കാഴ്ചകളാകണം. ഞാൻ കേൾക്കുന്ന കേൾവികൾ മുത്തുനബി തൃപ്തിപ്പെട്ട കേൾവികളാകണം. ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന ഊഹിക്കുന്ന കാര്യങ്ങൾ ഹബീബ് റസൂലുള്ളാഹി പൊരുത്തപ്പെട്ട കാര്യങ്ങളാവണം. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് റസൂലുള്ള തൃപ്തിപ്പെട്ട രൂപത്തിലാവണം. ഞാൻ വസ്ത്രം ധരിക്കുന്നത് ഹബീബായ നബി തങ്ങൾ തൃപ്തിപ്പെട്ട ശൈലിയിലാവണം. ഞാൻ എൻ്റെ ഉമ്മാനോട് സംസാരിക്കുന്നത്, എൻ്റെ ഉപ്പയോട് ഞാൻ ബന്ധപ്പെടുന്നത്, എൻ്റെ ഭാര്യനോട് ബന്ധപ്പെടുന്നത്, എൻ്റെ മക്കളോട് സമ്പർക്കം പുലർത്തുന്നത്, ഞാൻ ആരോടെല്ലാം എന്തെല്ലാം നിലപാട് സ്വീകരിക്കുന്നുണ്ടോ അതിൽ മുഴുവനും ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ തൃപ്തിപ്പെട്ട വഴി നമ്മൾ അവലംബമാക്കണം. അങ്ങനെ നമ്മൾ മുത്ത് റസൂലുള്ളാഹി
തങ്ങളെ എല്ലാ വിഷയത്തിലും ഇവിടെ ഇരിക്കാലോ, പെരുമ്പാവൂർ SI ആണ് നിൽക്കുന്നുണ്ട്, ഇവിടെ പോരി ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. പുതിയ എറണാകുളം ഹബ്ബുർ റസൂൽ സമ്മേളനത്തിന് റയീസുലമനെ ക്ഷണിക്കാൻ വന്നതാണ്. അവരാണ് നമ്മളെ ഹബ്ബുർ റസൂൽ പരിപാടിയുടെ വളണ്ടിയർ. അവിടെ തന്നെ ഇരുന്നു. അല്ലാഹു വലെ ജോലിയൊക്കെ ദീനിന് ഉപകരിക്കുന്ന ജോലിയാക്കി കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മൾ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ എല്ലാ വിഷയത്തിലും അവലംബമാക്കണം. അങ്ങനെ ഹബീബ് റസൂലുള്ളാഹി ഈ ലോകത്ത് വന്നു. എല്ലാ വിഷയത്തിലും തങ്ങൾ ഇടപെട്ടു. എല്ലാ വിഷയത്തിലും റസൂലുള്ളാഹി ഇടപെട്ടു. നീ ഇടപെടാത്ത ഒരു വിഷയവുമില്ല. മറക്കിയിരിക്കുമ്പോൾ ഏത് കാലും മക്ക് ചാഞ്ഞിരിക്കണം, ഏത് കാലിലേക്ക് എന്ത് ചെയ്യണം, ഇരിക്കണം എന്ന് വരെ ഹബീബ് റസൂലുള്ളാഹി പഠിപ്പിച്ചു. നമ്മൾ കാർക്കിച്ച് തുപ്പുമ്പോൾ ഏത് ഭാഗത്തേക്കാവണം തുപ്പേണ്ടത് ഹബീബ് റസൂലുള്ളാഹി പഠിപ്പിച്ചു. മുത്തു റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ഒരു വിഷയങ്ങളുമില്ല. അല്ലാഹു തആല എല്ലാം പഠിച്ച് മുത്തു റസൂലുള്ളാഹിന്റെ ഔസാഫിൽ നമുക്ക് മുത്തസിഫായി ജീവിക്കാൻ അല്ലാഹ് നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ പല വിഷയത്തിനും തങ്ങൾ അവലംബമായി. സഹാബത്തിന് തീരാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഓടി വരല് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. പട്ടിണിയാണെങ്കിൽ ഓടി വരും. എല്ലാ വിഷയത്തിലും ഹബീബ് മുത്ത് റസൂലുള്ളാഹി തങ്ങളെക്കൊള്ള ഓടി വന്നുകൊണ്ട് പരിഹാരം തേടി. ആ മുത്ത് റസൂലുള്ളാഹി ലോകാവസാനം വരേക്കുമുള്ള റസൂലാണ് എന്ന് ഖുർആൻ നമ്മളോട് പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നമ്മളൊക്കെ ഇന്ന് ഹബീബ് റസൂലുള്ളാഹി തങ്ങളാണ് ഇരിക്കുന്ന എൻ്റെ റസൂല് എന്ന് കൃത്യമായി അംഗീകരിക്കുന്നവരാണ് നമ്മൾ. ആ എൻ്റെ ഹബീബ് മുത്തു റസൂലുള്ളാഹി ആണ് എന്ന റിസാലത്തിന്റെ അംഗീകാരത്തിന്റെ ഭാഗമായി 5 വഖ്ത് നിസ്കാരത്തിലും നമ്മൾ റസൂലുള്ളാഹിക്ക് സലാം പറയുന്നുണ്ട്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് അക്ഷരാർത്ഥത്തിൽ റസൂലുള്ളാഹിക്കുള്ള സലാമ. അത് ഞാനും എൻ്റെ തങ്ങളും കൂടെയുള്ള ബന്ധം. അപ്പൊ തങ്ങളോട് ബന്ധപ്പെടാൻ 5 വഖ്ത് നിസ്കാരം തന്നിട്ടുണ്ട്. നിസ്കാരത്തിന്റെ ഒരു മർമ്മം അതാണ്. മുത്തുനബിയോട് കണക്ഷൻ ഉണ്ടാക്കലാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ ഹക്കായ നിലക്ക് പറയാൻ അല്ലാഹ് ഭാഗ്യം തരട്ടെ. നമ്മൾ പറഞ്ഞാൽ അത് മദീനത്ത് നിന്ന് മടക്കണം. ആ കൂട്ടത്തിൽ അല്ലാഹ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതിന് നമ്മൾ കുറച്ചും കൂടി നന്നാവാണ്ട്. തങ്ങളെ മാത്രം അംഗീകരിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞ കുറെ സംഗതികളുണ്ട് ഇവിടെ. തങ്ങളെ ഹയാത്ത് കാലത്ത് പറഞ്ഞു വെച്ചു. എന്താ പറഞ്ഞു വെച്ചത്? അഹ്ലു ബൈതി കസഫീനത്തി നൂഹ്, എൻ്റെ കുടുംബം നൂഹ് നബിൻ്റെ കപ്പൽ പോലെയാണ്. സഹിയായ ഹദീസാണിത്. നമ്മൾ മമ്പർത്ത പാപ്പാൻ്റെ ഉറൂസ്, അങ്ങനത്തെ സാദാത്യങ്ങളെ ഉറൂസ് നമ്മൾ വെറുതെ നടത്തുകയല്ല. അഹ്ലു ബൈതി കസഫീനത്തി നൂഹ്. ഇത് വിശദീകരിച്ച് കക്കടിപ്പുറത്തെ പാപ്പ ഒരു റിസാല എഴുതിയിട്ടുണ്ട്. ആ റിസാലയിൽ പാപ്പ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം, അള്ളാഹനെ നാളെ പരലോകത്ത് വെച്ച് സന്തോഷത്തിൽ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മോമിനായ മനുഷ്യൻ ഈ ഭൗതികമായ ദുന്യാവിൽ സഞ്ചരിക്കുമ്പോൾ തിരമാല പോലെ ആഞ്ഞടിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവിടെ ഉടലെടുക്കും. ഇന്നങ്ങനെയാണല്ലോ എല്ലാ വെല്ലുവിളികളും മുസ്ലിങ്ങൾക്ക് നേരെയാണ്. നോക്കിങ്ങള് ആഗോളതലത്തിൽ നോക്കിങ്ങള് എല്ലാവർക്കും മുസ്ലിങ്ങളാണ് പ്രശ്നം. എവിടെ നിങ്ങൾ നോക്കി, ഫലസ്തീൻ്റെ പ്രശ്നം എടുത്ത് നോക്കി, എവിടെ നോക്കിയാലും മുസ്ലിങ്ങളാണ് പ്രശ്നം. മുസ്ലിങ്ങളാണ് പ്രശ്നം. അവര് താടി വെച്ചാൽ അത് പ്രശ്നം, തലപ്പാവ് വെച്ചാൽ അത് പ്രശ്നം, അങ്ങനെ ആ സുന്നത്തനുസരിച്ച് തുണി ഉടുത്താൽ അത് പ്രശ്നം. എല്ലാവർക്കും പ്രശ്നം അവിടെയാണ്. മുസ്ലിം ഉമ്മത്ത് എന്തെങ്കിലും ചിട്ടയനുസരിച്ച് ജീവിച്ചാൽ അത് തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്.
മറ്റേ വിഭാഗത്തിലൊന്നും ഇവിടെ തീവ്രവാദി ഇല്ല എന്ന് തോന്നിപ്പിക്കുന്നൊരു ശൈലി ലോകത്ത് പ്രത്യക്ഷപ്പെട്ടത് നമ്മൾ കണ്ടിട്ടില്ലേ? അല്ല, ആലോചിച്ച് ജീവിക്കണം നമ്മൾ പ്രിയമുള്ളവരെ. അങ്ങനെ എല്ലായിടത്തും പ്രശ്നം. ഇന്ത്യ രാജ്യത്ത് വരെ എൻ്റെ പ്രശ്നം. നമ്മൾ പറഞ്ഞാൽ പ്രശ്നമായി, നമ്മളെന്തെങ്കിലും ചെയ്താൽ അത് പ്രശ്നമായി, ഉസ്താദുമാർ പറഞ്ഞാൽ അത് പ്രശ്നമായി, ആലിമീങ്ങൾ വല്ലതും പറഞ്ഞാൽ പ്രശ്നമായി, ഒക്കെ വലിയ പ്രശ്നമായി. മറ്റുള്ളവർക്ക് എന്തും പറയാം, തച്ചെല്ലാം പറയാം, തച്ച് കൊല്ലാം, പല ഫത്വയിറക്കാം. ഇവിടെ ഒരു ഭീകരവാദവും ഇല്ല, തീവ്രവാദവും ഇല്ല. മുസ്ലിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നം. ലോകാവസാനം വരുമ്പോൾ ഈ ഉമ്മത്തിനെ കാട്ടിൽ കിടക്കുന്ന മൃഗങ്ങള്, ചത്തുകിടക്കുന്ന ശവത്തിനെ 4 വശത്തിൽ നിന്ന് കടിച്ചു വലിക്കുന്നത് പോലെ എൻ്റെ ഉമ്മത്തിനെ കടിച്ചു വലിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ വരുമെന്ന് റസൂലുള്ളാഹി. അല്ലാഹ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിങ്ങനെ കുതിരളിച്ച് മറ്റവർക്ക് ഓശാന പാടി നടന്നാൽ പറ്റൂല. ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനത്തെ വലിയ പ്രശ്ന പ്രതിസന്ധികൾ വരുമ്പോ നിങ്ങൾക്ക് കയറി രക്ഷപ്പെടാനുള്ള കപ്പലാണ് അഹ്ലുബൈത്തി, എൻ്റെ കുടുംബമാകുന്നത്. നൂഹ് നബിന്റെ കപ്പല് പോലെയാണ്. പ്രളയത്തിൽ വെള്ളപ്പൊക്കമുണ്ടായി, ഭൂമിക്ക് നോക്കിയാൽ വെള്ളം, മേൽപോട്ട് നോക്കിയാൽ ആകാശം, വെള്ളത്തിൽ സഞ്ചരിക്കുന്ന നൂഹ് നബിന്റെ ഒരു കപ്പൽ, വേറൊന്നും നോക്കിയാൽ കാണൂല. ആ രൂപത്തിൽ ഭൂമിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. അന്ന് നൂഹ് നബിന്റെ കപ്പലിലാണ് കയറിയവരാണ് രക്ഷപ്പെട്ടത്. അപ്പൊ എൻ്റെ അഹ്ലുബൈത്ത്, എൻ്റെ സാദാത്യങ്ങൾ, എൻ്റെ കുടുംബവും നിങ്ങൾക്ക് നൂഹ് നബിന്റെ കപ്പൽ പോലെയാണ്. ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഭൗതികമായ ലോകത്ത് വിശ്വാസത്തോടു കൂടി ജീവിക്കുന്ന വിശ്വാസി തൻ്റെ വിശ്വാസമനുസരിച്ച് തൻ്റെ പരലോകത്ത് തൻ്റെ ഉടമസ്ഥനായ റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കണമെന്ന ലക്ഷ്യം വെച്ച് പോകുമ്പോൾ അതിന് മാർഗമാക്കേണ്ടത് അംബിയാ മുർസലികൾ. ഓരോ കാലഘട്ടത്തിൽ മുർസലികൾ വന്നെങ്കിൽ റസൂലുള്ളാഹിന്റെ കാലത്തിന് ശേഷം ഇനി ഒരു പുതിയ റസൂൽ ഇവിടെ വരൂല, പുതിയ നബി വരൂല. അപ്പൊ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് കയറാനുള്ള കപ്പലായി അഹ്ലുബൈത്തിനെ ലോകത്തിന് സമ്മാനിച്ചു. നോക്കിയാ അഹ്ലുബൈത്ത്, സത്യത്തിൽ അഹ്ലുബൈത്ത് എവിടെയുള്ളത്? അറേബ്യയിലല്ലേ ഉള്ളത്. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികൾ അറേബ്യൻ രാജ്യത്താണല്ലോ. ഫാത്തിമ ബീവിന്റെ മക്കള്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര, അവർ അറേബ്യയിലല്ലേ, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളല്ലേ. അവരെങ്ങനെ രാജ്യത്ത് ഇന്ത്യയിലുണ്ട്, മലേഷ്യയിലുണ്ട്, ഇന്തോനേഷ്യയിലുണ്ട്, ഏത് രാഷ്ട്രത്തിൽ ചെന്നാലും അഹ്ലുബൈത്ത് നിറഞ്ഞു കിടക്കുന്നുണ്ട്. എന്താ കാരണം? അത് റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനമാണ്. എൻ്റെ ഉമ്മത്ത് ഭൂമിൻ്റെ നാനാഭാഗത്തുണ്ടാകുമ്പോൾ ആ അഹ്ലുബൈത്തിന് മുഴുവനും കയറി രക്ഷപ്പെടാനുള്ള കപ്പലാണ് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞപ്പോ അഹ്ലുബൈത്തിന്റെ പരമ്പര അല്ലാഹ് പ്രപഞ്ചത്തിന്റെ നാനാ തുറയിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറഞ്ഞയച്ചു. അങ്ങനെ എത്തിയതാണ് ഈ സാദാത്യങ്ങളൊക്കെ. അവരൊക്കെ എത്തിയിട്ടുള്ളത് അങ്ങനെ എത്തിയതാ ഭൂമിയിൽ. സാദാത്യങ്ങൾ എവിടെ ഇല്ലാത്തത്? എല്ലാ ഭാഗത്തും സാദാത്യങ്ങളുണ്ട്, എല്ലാ രാജ്യത്തിലുമുണ്ട് സയ്യിദന്മാർ. അത് നമുക്ക് വലിയ ഫضലായി മാറി, മഹത്തായ നേമത്തായി മാറി. വന്യരായ മമ്പർത്തത്തെ പാപ്പ ഇവിടെ വരുമ്പോ, മമ്പർത്ത പാപ്പ ഹിജറ 1166 ജനിച്ചവരാ. എവിടെയാണ് ജനിച്ചത്? യമനിലുള്ള ഹലർമൗത്തിലെ തെരീമിലാണ് ജനിച്ചത്. ഞാൻ പോയിട്ടുണ്ട് തെരീമിൽ, അവിടെ ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ ജംബൽ എന്ന് പറയപ്പെടുന്ന ഒരു മക്കാമുണ്ട്, ഒരു ഖബർസ്ഥാനുണ്ട്. അവിടെ 80 കുത്തുബുകളാണ്. 80 ജംബലിൽ 80-ലധികം അഖ്താബീങ്ങൾ ഇങ്ങനെ ചാരി 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 മറമാടപ്പെട്ട് കിടക്കുകയാണ്, മുഴുവൻ കുത്തുബുകൾ. ഈ മമ്പർത്ത പാപ്പാന്റെ വല്ലിപ്പ അവിടെ ഉണ്ട്, ഈ ജമലുല്ലൈലി കുടുംബത്തിന്റെ വല്ലിപ്പ അവിടെ ഉണ്ട്, ബാഫക്കി കുടുംബത്തിന്റെ വല്ലിപ്പ അവിടെ ഉണ്ട്. അങ്ങനെ നമ്മളെ നാട്ടിൽ പല കബീലകളായി അറിയപ്പെട്ട പല സാദാത്യങ്ങളുടെയും വല്ലിപ്പാര് ജംബൽ എന്ന മഖാമില് സഫു സഫായി കിടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മഹാന്മാര് ജംബലിലാണ് മറവിട്ടിട്ടുള്ളത്. അള്ളാഹു അവരൊക്കെ ഇനിയും
നമുക്ക് പോയി സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം തരട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ജംബലിൽ ഹദർമൗത്തിൽ തെരീമിൽ ബഹുമാനപ്പെട്ട മമ്പുറത്തെ പാപ്പ, ബഹുമാനപ്പെട്ടവരുടെ കുടുംബം ഹുസൈനി കുടുംബമാണ്. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിലാണ് മമ്പുറത്തവർ ജനിക്കുന്നത്, മമ്പുറത്തെ പാപ്പ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ജനിച്ച കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഒരു കുത്തുബിനുണ്ടാകണ്ടേ എല്ലാ ഷറഫും ഫളലും കുട്ടിക്കാലം മുതൽക്ക് തന്നെ അല്ലാഹു തആല ആ അലവി, സയ്യിദ് അലവി എന്ന് വല്ലിപ്പാൻ്റെ പേര്, അമ്മാൻ്റെ വാപ്പാൻ്റെ പേരാണ് അലവി, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ പേരാണ് അലവി. ആ വല്ലിപ്പാൻ്റെ പേരാണ് മമ്പുറത്തെ പാപ്പാക്ക് അവിടുത്തെ കുടുംബം ഇട്ടിട്ടുള്ളത്. അതാ സയ്യിദ് അലവി. ആ സയ്യിദ് അലവി തങ്ങൾ പാപ്പ ഹിജ്റ 1166 ഹദർമൗത്തിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് തന്നെ ആ കറാമത്തിൻ്റെയും ഷറഫും ഫളലും കുട്ടിയിൽ കാണപ്പെട്ടു, അറിയപ്പെട്ടു. ആ ബഹുമാനത്തോടു കൂടി വളർന്നു വന്ന കുട്ടിക്ക് 17 വയസ്സാകുമ്പോൾ 17, അപ്പൊ ഹിജ്റ 1166 കൂടി 17 കൂട്ടിയാൽ ഹിജ്റ 1183 17 വയസ്സ് പൂർത്തിയാകുമ്പോ മഹാനവറുകൾ അവിടുന്ന് ഹദർമൗത്തിൽ നിന്ന് 17 വയസ്സ് പൂർത്തിയായ 18കാരനായ സയ്യിദ് അലവി തങ്ങൾ പാപ്പ ഹദർമൗത്തിൽ നിന്ന് കപ്പൽ കയറുകയാണ്. ഈ കയറലി ആരെ നിർദ്ദേശമാണ്? ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ. വലിയ വലിയ അഖ്താബീങ്ങള്, ഔസീങ്ങള്, വലിയ വലിയ ഔലിയാക്കള്, മഹാന്മാർക്കൊക്കെ മുത്ത് റസൂലുള്ള ഇടപെട്ട് സമ്മതം കൊടുക്കും. പോണെങ്കിൽ പോകാന്, പോകണ്ടെങ്കിൽ പോകാതിരിക്കാന്. നമുക്കറിയാലോ, ഗോൾഡൻ ജൂബിലിക്ക് മാലിക് തങ്ങള് ഗോൾഡൻ ജൂബിലിക്ക് വേണ്ടി വന്യരായ സുൽത്താനുൽ ഉലമ എന്ന് മക്കയിൽ വന്ന് ക്ഷണിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി എന്താ? ഞാൻ മദീനയിൽ ഒന്ന് സമ്മതം ചോദിക്കട്ടെ, സമ്മതം കിട്ടിയാൽ ഞാൻ പങ്കെടുക്കും. സമ്മതം ചോദിച്ചിട്ടാ മാലിക് തങ്ങൾ ഇവിടെ വന്നല്ലോ. അപ്പൊ സമ്മതം കിട്ടിയെന്നല്ലേ എൻ്റെ അർത്ഥം? അവരൊക്കെ സമ്മതം ചോദിച്ചിട്ടേ പോരുള്ളൂ. അങ്ങനെ സമ്മതം ചോദിച്ച് റസൂലുള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം 18കാരനായ കുത്തുബ് സമാൻ, ബഹുമാനപ്പെട്ടവർ ഹുസൈനി കുടുംബമാണ്. ആ കുടുംബത്തിൽ ആ മഹാനവറുകൾ ജനിച്ച 17 കഴിഞ്ഞ് 18കാരൻ ഇവിടെ കോഴിക്കോടാണ് കപ്പലിറങ്ങിയത്. അതിൻ്റെ മുമ്പ് തന്നെ തെരീമിൽ നിന്ന് ഈ നമ്മുടെ മലബാറിൽ വന്നവരാണ് തൻ്റെ ഉമ്മാൻ്റെ 2 ആങ്ങളാര്, കാരണവന്മാർ, അമ്മാമ്മന്മാർ. ഒന്ന് കോഴിക്കോട്, അന്ന് പാപ്പ വരുമ്പോൾ ജീവിച്ചിരിപ്പുള്ള ഷെയ്ഖ് ജിഫിരി തങ്ങൾ. പാപ്പ വരുമ്പോൾ തന്നെ ഷെയ്ഖ് ജിഫിരി ഉണ്ട്, അതിന് മുമ്പ് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കുടുംബമായി കോഴിക്കോട് നേതൃത്വം കൊടുക്കുന്ന കാലമാണ് ഷെയ്ഖ് ജിഫിരി. ബഹുമാനപ്പെട്ട ഹസൻ ജിഫിരി അന്ന് ഷെയ്ഖ് ജിഫിരിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ കോഴിക്കോട് നിന്ന് മലബാറിലെ മക്ക എന്നറിയപ്പെട്ട പൊന്നാനിയിലേക്ക് പോയി. അന്ന് വലിയ വലിയ മഹാന്മാരും വലിയ വലിയ മഹത്തുക്കളൊക്കെ കേന്ദ്രമായി വരുന്ന ഇടം മലബാറിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം അന്തി ഉറങ്ങുന്ന പൊന്നാനിയിലാണ്. ഒരുപാട് റസൂലുള്ളാഹിന്റെ കുടുംബങ്ങൾ പൊന്നാനിയിൽ മറവിട്ട് കിടക്കുന്നുണ്ട്. വലിയ ജാറത്തിങ്ങൾ മക്കാമിൽ ഒരുപാട് അഹ്ലു ബൈത്ത് മറവിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഘന്മാരുടെ നാടാണ് പൊന്നാനി. സൈനുദ്ദീൻ മഖ്ദൂം ഇവിടെ വന്നിട്ട് 4.5 നൂറ്റാണ്ട് കഴിഞ്ഞു. 450 വർഷം മുമ്പ് ബഹുമാനപ്പെട്ടവർ കൊച്ചിയിൽ ജനിച്ച് ബഹുമാനപ്പെട്ടവർ ദർസിൽ പഠിക്കാൻ വേണ്ടി പൊന്നാനിയിൽ മുദരിസായിരുന്ന എളാപ്പാൻ്റെ കൂടെ, തൻ്റെ ഉപ്പ നേരത്തെ മരിച്ചിരുന്നു, എളാപ്പാൻ്റെ കൂടെ പൊന്നാനിയിൽ വന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഫഖ്റുദ്ദീൻ ഷാലിയാത്തിൻ്റെ ദർസിൽ കോഴിക്കോട് 7 വർഷത്തോളം കിതാബ് ഓതി എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. ഇപ്പം നമ്മളെ ജമിയത്തുൽ ഉലമൻ്റെ ക്യാമ്പിൽ പൈതൃകത്തിൽ ഈ സംഭവ വികാസങ്ങളൊക്കെ പണ്ഡിതന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ക്യാമ്പുകളിൽ. പ്രിയമുള്ളവരെ, അങ്ങനെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫിരിൻ്റെ അടുക്കൽ നിന്ന് ഹസൻ ജിഫിരി പൊന്നാനിയിൽ ചെന്നു. അങ്ങനെ ഹസൻ ജിഫിരിൻ്റെ കറാമത്തും പദവികളും
അറിയപ്പെടാൻ തുടങ്ങിയപ്പോ തിരൂരങ്ങാടിക്കാർ അന്ന് ഹസൻ ജിഫ്രിയെ പൊന്നാനിയിൽ പോയി തിരൂരങ്ങാടിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഹസൻ ജിഫ്രി തങ്ങൾ തിരൂരങ്ങാടിയിൽ വന്ന് ബഹുമാനപ്പെട്ടവർ സയ്യിദ് ഹബീബ് എന്ന് പറയപ്പെടുന്നവരുടെ വീട്ടിൽ നിന്ന് കല്യാണം ചെയ്തു. ഷെയ്ഖ് ഹസൻ ജിഫ്രി സയ്യിദ് ഹബീബിൻ്റെ മകളെ കല്യാണം ചെയ്തു. ആ മകളെ കല്യാണം ചെയ്ത ആ വീടാണ് ഈ പെര. ഈ വീടിന് പറയുന്ന പേര് തറമ്പൽപുര എന്നാണ്. തറമ്പൽപുര. ഒരു പ്രായമുള്ളൊരു ആലിമ് പറഞ്ഞു, ഈ തറമ്പൽപുര എന്ന് വരാൻ കാരണം അത് തെരീമുലപ്പുരാന്ന് ഉപയോഗിച്ച് അത് തറമ്മലപ്പുരാനായതാണ് എന്ന അഭിപ്രായക്കാരുണ്ട്. അങ്ങനെ ആകാലോ, നമ്മളെ മലയാളികളെ ഭാഷയല്ലേ. മലയാളികൾ ഇങ്ങനെ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ പിന്നെ മഹമ്മദാകും. അങ്ങനെയാണല്ലോ. അങ്ങനെ ലോപിച്ച് പലതുമായി മാറുമല്ലോ ഇല്ലേ. അങ്ങനെ ഞാൻ മമ്മത്തറായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു ഹസനോട് ചോദിച്ചു, എന്താ അതിൻ്റെ അസില്? മുഹമ്മദ് ഹസൻ ഇബ്രാഹിം എന്നാണ്. മുഹമ്മദ് ഹസൻ ഇബ്രാഹിം എന്നാണ്. അപ്പം അത് ഒക്കണുണ്ട്. കാരണം ഇപ്പം ഈ ഹസൻ എന്ന് പേരുള്ളതല്ല, അത്താന്ന എല്ലാവരും വിളിച്ചത്. അത്തനെ എന്നാ വിളിച്ചത്. അപ്പം മമ്മത്തറായി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഹസനോട് പറഞ്ഞാണ് മുഹമ്മദ് ഹസൻ ഇബ്രാഹിം എന്നാണ് ആ പേര്. അപ്പം അങ്ങനെ ആയിരിക്കാം, എന്തോ ആകട്ടെ. ഇനി അതാരും ക്ലിപ്പിട്ട് കാണുന്നാക്കണ്ട, അങ്ങനെ അല്ലാതെ പറയണ്ട. അപ്പം എന്ത് പറഞ്ഞാലും ക്ലിപ്പിടുന്ന കാലാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ തെരീമുലപ്പുര എന്നുള്ളത് തറമ്മൽപുരാനായതാണെന്നും അല്ല, നേരത്തെ തറമ്മൽപുര എന്ന് പേരുണ്ട്. എന്താണെങ്കിലും ആ തറമ്മലപ്പുരൻ്റെ മുറ്റത്തപ്പം നമ്മളുള്ളത്. ഹസൻ ജിഫ്രി ഇവിടുന്ന് കല്യാണം ചെയ്ത് തനിക്കൊരു പെൺകുട്ടി ഉണ്ടായി. ആ പെൺകുട്ടിൻ്റെ പേരാണ് എന്ത്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. അങ്ങനെ കുട്ടി ഇങ്ങനെ വളർന്നു വരുമ്പോൾ, കുട്ടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഒരു 12 വയസ്സിനോട് അടുക്കുമ്പോൾ ഷെയ്ഖ് ഹസൻ ജിഫ്രി വഫാത്തായി. മമ്പറത്തെ മക്കാമിൽ നമ്മൾ കയറി ചെല്ലുന്നിടത്ത് ആ നടുവിലുള്ള ഉയർന്ന ഖബറുകളുടെ കൂട്ടത്തിൽ ഒരു ഖബറ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദ് ഹസൻ ജിഫ്രി തങ്ങളുടെ ഖബറാണ്. അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കട്ടെ. വഫാത്തിന് മുമ്പ് ബന്ധപ്പെട്ടവരോട് വസിയത്ത് ചെയ്തു, എൻ്റെ കുട്ടിക്ക് പുതിയാപ്പിള വരുമ്പോൾ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണം. പുതിയാപ്പിള വരും അപ്പം നിങ്ങൾ കെട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഹസൻ ജിഫ്രി വഫാത്തായിപ്പോയി, ജാറായി. പിന്നെ കല്യാണം ഏത് അന്വേഷിച്ച് വന്നാലും വീത്താത്താനോട് ചോദിക്കും, ഇങ്ങനെ കല്യാണം വന്നിട്ട് വീത്താത്ത പറയും എന്നെ കെട്ടിക്കണ്ടെന്നറിയും. ഫാത്തിമ ബീബി പറയും, ഇത് 12 വയസ്സായിട്ടുള്ളൂ, എന്നെ കെട്ടിക്കണ്ട. അങ്ങനെ 15 കഴിഞ്ഞു, 16ലേക്ക് കടക്കുമ്പോൾ ആണ് 18കാരനായ കുത്തുബുസമാൻ കോഴിക്കോട് വരുന്നത്. വന്നപ്പോൾ ഹസൻ ജിഫ്രി വഫാത്തായിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഷെയ്ഖ് ജിഫ്രിൻ്റെ അവിടുന്ന് തൻ്റെ ഹസൻ ജിഫ്രി എന്ന അമ്മാമനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മഹാനവറുകൾ കോഴിക്കോട്ട് നിന്ന് പുറപ്പെട്ടു. അന്ന് വലിയ സയ്യിദന്മാരൊക്കെ വരുമ്പോൾ അന്നത്തെ ആളുകൾ മഞ്ചലിയിലാണ് കൊണ്ടുവരിക. മഞ്ചല എന്ന് പറഞ്ഞൊരു വാഹനമുണ്ട്. അത് ഇപ്പോഴത്തെ ഈ ആധുനിക യുഗത്തിനോട് പറഞ്ഞാൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ വലിയ പാടാണ്. ഞാൻ പിന്നെ അത് കണ്ട ആളായതുകൊണ്ട് എനിക്കറിയാം. എൻ്റെ നാട്ടിൽ പഴയ കാലത്ത് ഞാൻ കുട്ടിയാകുമ്പോൾ എൻ്റെ നാട്ടിൽ ആലുവായി മൂലരിപ്പാപ്പാനെ കൊണ്ടുവന്നപ്പോൾ മഞ്ചലിയിലാണ് കൊണ്ടുപോയിരുന്നത്. അതുകൊണ്ട് എനിക്കത് ശരിക്കും പരിചയമുണ്ട് മഞ്ചല. അങ്ങനെ ആ മഞ്ചലയിൽ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ എത്തിയപ്പോൾ മമ്പുറത്തെ മക്കാമിനൊരു പതിവുണ്ട്. ഇശാസ്കാരം കഴിഞ്ഞാൽ മക്കാമടക്കും. പിന്നെ ചാവി മകൾ ഫാത്തിമ ബീവിൻ്റെ കയ്യിൽ വീട്ടിലാണ് വെക്കുക. ഇവിടെ വന്നപ്പോൾ നേരം കുറേ വൈകിക്കണ്, മക്കാമ അടച്ചേക്കണ്. അപ്പം എന്താ ചെയ്യാ? അപ്പോൾ ഒപ്പമുള്ള ഖാദിമീങ്ങൾ പാപ്പാൻ്റെ ഒപ്പമുള്ളവർ പറഞ്ഞു, ഇവിടെ ഫാത്തിമ ബീവിൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഹദർ മൗത്ത് എന്നൊരു തങ്ങൾ വന്നിട്ടുണ്ട്,
കുത്തുബ് സമാനാണെന്നാണ് പറയപ്പെടുന്നത്. വലിയ മഹാനാണ്, വലിയ ഷറഫുണ്ട്. അതുകൊണ്ട് മൂപ്പര് സിയാറത്ത് ചെയ്യാൻ വാതിലൊന്ന് തുറക്കാൻ ചാവി ഒന്ന് തരണം എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി മറുപടി പറഞ്ഞ എന്താ അറിയോ? 15 വയസ്സുള്ള കുട്ടി എന്താ മറുപടി പറഞ്ഞത്? വന്നത് കുത്തുബ് സമാനാണെങ്കിൽ തുറക്കാൻ ചാവി വേണ്ടി വരൂല, മൂപ്പര് തുറക്കാൻ കഴിയും, മൂപ്പര് തുറന്നോളും. അതാ കുത്തുബ് സമാൻ. കുത്തുബ് സമാൻ ഇവിടെ അതിർവരമ്പുകളില്ല, അവര് തുറക്കും, അവർക്ക് ചാവിൻ്റെ ആവശ്യമില്ല. ഞാൻ മറ്റേ കുത്തുബ് സമാൻ അല്ലട്ടെ. ഏത് കുത്തുബ് സമാൻ? വളാഞ്ചേരിയിൽ, കുത്തുബ് സമാൻ കൊണ്ടോട്ടിയിൽ, അതല്ല, ആ വാൾ പോസ്റ്റ് അല്ല ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, മമ്പുറത്തെ പാപ്പാനെ പറ്റി പറഞ്ഞത്. അപ്പൊ ഖാദിമീങ്ങൾ വന്നിട്ട് പറഞ്ഞു, വീത്താത്തെങ്ങനെ? ഓ, ഒപ്പം നമുക്ക് തുറക്കാൻ സമ്മതമുണ്ട്. സമ്മതം ചോദിക്കാനാണ് ചാവിക്ക് പറഞ്ഞയച്ചൊക്കെയുണ്ട്. എന്നാ നമുക്ക് തുറക്കാം. പാപ്പ വാതിലാണ്ട് തുറന്നു. ചാവിയില്ല, പൂട്ടുമില്ല, ലോക്കുമില്ല. പൂട്ടവിടെ ഉണ്ട്. പാപ്പ വാതിലാണ്ട് തുറന്നു, അകത്ത് കടന്നു, സിയാറത്തൊക്കെ ചെയ്തു. സിയാറത്ത് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി. വാതിൽ അതേമാതിരി അടച്ചു, അത് ലോക്കാവുകയും ചെയ്തു. ചാവിയുടെ ആവശ്യമില്ല. അങ്ങനത്തെ ഒരു മർത്തവ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ കുത്തുബ് സമാനെ വിശ്വസിച്ചാൽ മതി. കുത്തുബ് എന്ന് പറഞ്ഞാൽ അതാണ്. അവർക്ക് അങ്ങനത്തെ കറാമത്തുകളും പ്രത്യേകതകളും അള്ളാഹു കൊടുത്തതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ബഹുമാനപ്പെട്ട കുത്തുബ് സമാൻ തങ്ങള് ബീത്താത്ത ഉറക്കൊഴിച്ചിരിക്കുകയാണ്. എന്തുണ്ടായി എന്നറിയാൻ ബീത്താത്ത അന്വേഷിച്ചു. എന്തുണ്ടായി? നിങ്ങൾ പറഞ്ഞില്ല, മൂപ്പര് തുറന്ന് കടന്നോളൂ. മൂപ്പര് തുറന്ന് കടന്നു, സിയാറത്ത് ചെയ്തു, പുറത്തിറങ്ങി, വാതിൽ പൂട്ടിയും ചെയ്തു. അപ്പൊ ബീത്താത്ത പറഞ്ഞു, ആ വന്നത് എൻ്റെ പുതിയാപ്പളയാണ്, മൂപ്പരെ കൊണ്ട് എന്നെ കെട്ടിക്കണം. ബീത്താത്താക്ക് അറിയാ ആരാണ് എനിക്ക് വരാനിരിക്കുന്ന വരൻ എന്ന് മുൻകൂട്ടി ബീത്താത്താക്ക് അറിയാം. അങ്ങൾ പാപ്പാക്കും അറിയാം. അപ്പൊ വന്നിട്ട് പറഞ്ഞു, ഇവിടെ മമ്പുറത്തേര് ഇങ്ങനെ ബീത്താത്ത പറയുന്നുണ്ട്. അപ്പൊ സമ്മതിച്ചു. അങ്ങനെയാണ് കല്യാണം നടക്കുന്നത്. ചരിത്രം വളരെ നീണ്ടതാണ്. കല്യാണം കഴിഞ്ഞു. ഈ പരയിൽ വീട്ടിൽ കൂടി 3 ദിവസം കൂടി കഴിഞ്ഞപ്പോ 3 ദിവസം കഴിഞ്ഞപ്പോ ബീത്താത്ത വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ 3 ദിവസം നിങ്ങൾ വിരുന്നേരനാണ്, അതുകൊണ്ട് നിങ്ങളെ നമ്മൾ സൽക്കരിച്ചു. ഇനി നിങ്ങൾ പെരക്കാരനാണ്, ഇവിടെ വെക്കാൻ അരിയില്ല, വീട്ടിൽ വെക്കാൻ അരിയില്ല. അങ്ങനെ പാപ്പ ഖാദിമിനെയും കൂട്ടി മമ്പുറത്തുനിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങി തിരൂരങ്ങാടിയിലേക്ക് കടന്നു. ചെറുമുക്ക് കുണ്ടൂര് വഴി അങ്ങനെ പോയി. എൻ്റെ നാടിനടുത്തുള്ള നമ്മളെ സ്ഥാപനം നിലകൊള്ളുന്ന പഞ്ചായത്ത് കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ കൽപ്പകഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ കൽപ്പകഞ്ചേരിയിൽ കൂടി അങ്ങനെ കാനാഞ്ചേരി ഭാഗത്തു കൂടി കയറി കൽപ്പകഞ്ചേരിയിൽ കൂടി ഒരു ഇടവഴിയിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ അന്നൊന്നും നമ്മളെ വീട്ടിൽ വലിയ വലിയ വീടുള്ള നാടല്ല. വലിയ വീടൊക്കെ ഇപ്പം എന്താ ഉണ്ടായത്? എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അച്ചിപ്പുറയിൽ ആകെ ഓടിട്ട വീട് 2 ഉള്ളത്. ഓടിട്ട വീട് 2 വീടാണുള്ളത്, ബാക്കിയൊക്കെ ഓലപ്പരയാണ്. നമ്മൾ പറയലന്നെ കുടിയിലേക്ക് പോകാൻ, കുടിലിലേക്ക് പോകുക എന്നാണ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞ മലബാരികളെ വർത്താനല്ലേ. കുടിലിലേക്ക് പോകുക എന്നാണ് പറഞ്ഞത്. കുടിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അന്നൊക്കെ കുടിലുകളാണ്. ആ ഉപയോഗം ഒന്നും നമ്മൾ പറയും, ഞാൻ എൻ്റെ കുടിയിലേക്ക് പോവുകയാണ്, കുടിലിലേക്ക് പോവുകയാണ്. അന്നൊന്ന് കൊട്ടാര സമാനമായ വീട് ഇവിടെ ആർക്കില്ല സഹോദരങ്ങളെ. അതൊക്കെ ഇപ്പോൾ ഒരു 10-30 കൊല്ലമായിട്ടുള്ള ഇവിടെ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ആശയവും ആദർശമൊക്കെ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ പഴയ ചൈതന്യം നിലനിർത്താനുള്ള തൗഫീഖ് തരട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ പാപ്പ ഒരു വലിയ വീട് കണ്ടപ്പോൾ പറഞ്ഞു, ഇതൊരു നല്ല വീട്, നമ്മളിവിടെ ഒന്ന് കയറുക. പാപ്പക്കറിയാം, പാപ്പ കുത്തുബല്ലേ, കുത്തുബിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ സീക്രട്ട് ഇല്ലല്ലോ. എല്ലാ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളും അവർക്ക് കൃത്യമായി അറിയാൻ കഴിയും. അതാണ് കുത്തുബ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ പാപ്പയും ഖാദിമും കൂടിയാണ് കയറി ചെന്നപ്പോൾ
പാപ്പാൻ്റെ അതേ പ്രായമുള്ള ഒരു 10-16 വയസ്സുള്ള ഒരു 4-5 കുട്ടികൾ ഇങ്ങനെ ഇരുന്നിട്ട് വീട്ടുമുറ്റത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ചതുരംഗം കളിക്കുന്നുണ്ട്. ചതുരംഗക്കളി കളിക്കുക. അപ്പം വന്ന ഖാദിമ് കുട്ടികളോട് പറഞ്ഞു, വലിയ സയ്യിദാണ്, വലിയ തങ്ങളാണ് ഒക്കെ പറഞ്ഞിട്ട് കുട്ടികൾ കളീൻ്റെ ഹരത്തിലാണ് പെട്ടിട്ട് കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പം എന്ത് ചെയ്തു? ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ പാപ്പ ആ കൂടുത്തുനിന്നൊരു കുട്ടീനെ ഒരൊറ്റ അടിയണ്ട് കൊടുത്തു. പാപ്പാൻ്റെ അതേ പാപ്പൻ 18 വയസ്സാണ്, ആ കുട്ടികൾക്കും അതേ പ്രായമാണ്. കുട്ടികളൊക്കെ കൂടി പാപ്പാൻ്റെ നേരം കെട്ടി എഴുന്നേറ്റപ്പോൾ തല്ല് കൊണ്ട കുട്ടി ആ പെരിയിലെ മൂപ്പൻ്റെ കുട്ടിയായിരുന്നു. കുട്ടി പറഞ്ഞു, ഈ വീട്ടിൽ വന്ന് എന്നെ മാത്രം നോക്കി ഒരു തങ്ങൾ തച്ചപ്പോൾ പകരം ചോദിക്കാൻ വരട്ടെ, ഞാൻ ജപ്പാനോടൊന്ന് പറയട്ടെ. അങ്ങനെ ആ മൂപ്പൻ്റെ മകനായ കൊച്ചുണ്ണി മൂപ്പൻ വീട്ടിലേക്ക് കയറി ചെന്ന് വാപ്പാട് പറഞ്ഞപ്പോൾ ബാപ്പ അവിടുന്ന് പാഞ്ഞു വന്നു. തങ്ങൾ പാപ്പ അന്നൊക്കെ വലിയ വലിയ ആളുകൾക്ക്, അന്നത്തെ മൂപ്പൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭരണാധികാരിയാണ്, ഇവിടുത്തെ ഭരണാധികാരിയാണ് മൂപ്പൻ. ആ ഭരണാധികാരിയായ മൂപ്പൻ പാഞ്ഞു വന്നിട്ട് പറഞ്ഞു, തങ്ങൾ പാപ്പ എൻ്റെ കുട്ടികൾ വിവരമില്ലാതെ ചെയ്തതാണ്, നിങ്ങളൊന്നും മനസ്സിൽ കരുതരുത്, പൊരുത്തപ്പെടണം. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കയറിക്കോളി എന്ന് കൈ ഒടിച്ച് കൈമുത്തി ചുംബിച്ച് പാപ്പാനൊരു കട്ടിൽമ കൊണ്ടുപോയി ഇരുത്തി. ആ കട്ടിൽ ഇന്നും മണ്ടേപ്പുറം മൂപ്പന്മാരെ വീട്ടിൽ ഇന്നുണ്ട്. മണ്ടേപ്പുറം മൂപ്പന്മാരെ വീട്ടിൽ ഇന്നുണ്ട് ആ കട്ടില്. പ്രിയമുള്ളവർ, പാപ്പാൻ്റെ ആസാറ് പലയിടത്തുണ്ട്. ഇവിടെ ഈ കൂരിയാട് അടുത്തൊരു വീട്ടിൽ പാപ്പാൻ്റെ തലപ്പാവുണ്ട്, ഞാൻ ഇടയ്ക്ക് കാണാൻ പോകലുണ്ട്. പാപ്പാൻ്റെ തലപ്പാവുണ്ട്, പക്ഷെ കാണാൻ ചെന്നാൽ കാണിച്ചു തരൂല. കാണിച്ചു തരണമെങ്കിൽ എന്ത് വേണം? ഓൽക്കൊരു ഷർട്ടുണ്ട്, അത് കാണിച്ചു തരാം പെരക്കാർക്ക്. ഞാൻ പോയോടത്തോളം ഇറച്ചിയും പത്തിരി ഉണ്ടാക്കി തിന്ന് യാസീൻ ഓതി വേർന്നിട്ടേ കാണിച്ചു തരുള്ളൂ. അത് മണ്ടി ചെന്ന് വെച്ചിട്ട് കാണിച്ചു തരുമൊന്നുമില്ല. ആ ബഹുമാനം പോലെ കാണിച്ചു തരുള്ളൂ. പാപ്പാൻ്റെ തലപ്പാവുണ്ട് ഈ കൂരിയാടിൻ്റെ അടുത്തൊരു വീട്ടിലുണ്ട്. പ്രിയമുള്ളവരെ, പാപ്പാൻ്റെ വടിയുള്ള സ്ഥലങ്ങളുണ്ട്. എൻ്റെ നാട്ടിൽ പാപ്പാൻ്റെ വടി കുത്തിയ കുതിര ചവിട്ടിയ കുളമ്പടിയുള്ളൊരു പാറുണ്ട്, എൻ്റെ നാട്ടിലുണ്ട്. ഒരു വലിയ പാറുണ്ട്, ഉയർന്ന പാറ. പഴയ കാലത്തിൻ്റെ ഒപ്പൊക്കെ പറയും, വെള്ളമില്ലാഞ്ഞാൽ മഴ ഇല്ലാഞ്ഞാൽ വെള്ളിക്കൊന്ന് കാരണന്മാർ പറയും, നമ്മൾ മമ്പുറത്തെ പാപ്പ ഇരുന്ന പാറപ്പുറത്തേക്ക് പോവുക നാട്ടുകാരൊക്കെ. എന്നിട്ട് പാവങ്ങൾക്ക് കഞ്ഞിച്ചു കൊടുക്കുക, മങ്കൂസ് മൗലിദ് ഓതുക. ഇതാണ് പതിവ്. 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം മൗലിദ് ഓതിയാൽ മഴ അങ്ങോട്ട് പെയ്ത് തോടും വയലും പാടൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന പതിവ് എൻ്റെ നാട്ടിലുണ്ടായിരുന്നു എന്ന് അവിടെ കഴിഞ്ഞുപോയ കാരണന്മാരെ ഞാൻ കേട്ടിട്ടുണ്ട്. പാപ്പാൻ്റെ കുതിരൻ്റെ കാലടിയും വടിയുടെ കുത്തൊക്കെ ഉള്ള പാറൊന്നും അവിടെ ഉണ്ട്. കാടാമ്പുഴക്കടുത്തൊരു പറമ്പിലുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനത്തെ ആ പാപ്പ എന്ത് ചെയ്യാണ്? പാപ്പാനെ കയറ്റിയിരുത്തി. പാപ്പ ഭക്ഷണം കഴിക്കാതെ പോകാൻ പറ്റൂല. അങ്ങനെ കുട്ടീനെ കൊടുന്നു കണ്ട് ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ കുട്ടികൾക്ക് വിവരമില്ലാതെ ചെയ്തതാണ്, എന്ത് ചെയ്യണം? പൊരുത്തപ്പെടണം. ആ കുട്ടി പാപ്പാൻ്റെ മുരീദും വലിയുമായി മാറി. കൊച്ചുണ്ണി മൂപ്പൻ, മണ്ടേപ്പുറം കൊച്ചുണ്ണി മൂപ്പൻ പാപ്പാൻ്റെ മുരീദായിരുന്നു. വലിയ വിലായത്തുള്ള ദുആക്ക് ജാപത്തുള്ള വ്യക്തിത്വമായിരുന്നു. അവിടുന്നാണ് പാപ്പ തുടങ്ങേണ്ടത്. പ്രിയമുള്ളവരെ, അങ്ങനെ പാപ്പാക്ക് എന്ത് ചെയ്തു? ഭക്ഷണമൊക്കെ കൊടുത്തു. ഭക്ഷണം കഴിക്കാതെ പോകാൻ പറ്റൂലായിരുന്നു. ഒരു കുതിരവണ്ടി സാധനം നിറച്ച് സാധനം, അരിയുണ്ട്, വെളിച്ചെണ്ണുണ്ട്, എല്ലാ വീട്ടിലേക്കുള്ള സാധനങ്ങളും ഉണ്ട്. അതൊക്കെ കൂടി കുതിരപ്പുറത്ത് കയറ്റി ഒരു പണിക്കാരൻ്റെ അടുത്ത് മമ്പുറത്ത് ഈ വീട്ടിലേക്ക് മൂപ്പങ്ങോട്ട് പറഞ്ഞയച്ചു. പാപ്പാട് പറഞ്ഞു, ഭക്ഷണം കഴിക്കാതെ പോകാൻ പറ്റൂല. ഭക്ഷണം കഴിച്ച് എല്ലാ പൊരുത്തൊക്കെ കിട്ടി. പിന്നെ പാപ്പ അങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ വലിയ ഒരു പേപ്പറിൻ്റെ കെട്ട് കണ്ടു കൊടുത്തു. ഇതെന്താണെന്ന് ചോദിച്ചത്ര പാപ്പ, അത് നിങ്ങൾ താമസിക്കുന്ന പറമ്പിൻ്റെ ആധാരമാണ്, ഈ കാണുന്ന മമ്പുറം ഭൂമിയുടെ ആധാരം. ആ രജിസ്ട്രേഷനാണ് ചെയ്തത്. അന്ന് അങ്ങനെയാണ് കൊടുത്താൽ മതി ആധാരം.
അതുതന്നെയാണ് അന്നത്തെ രജിസ്റ്റർ. അങ്ങനെ പാപ്പാക്ക് മണ്ടേപ്പുറം മൂപ്പൻ ആധാരക്കെട്ട് കൊടുത്ത് വിട്ടുകൊടുത്ത സ്ഥലങ്ങളാണ് ഈ മമ്പുറത്തുള്ള ഭൂമികളൊക്കെ എന്നാണ് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഓരോ വീട്ടിലും ആര് താമസിക്കുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ പാപ്പാട് കടപ്പാടുണ്ട്, പാപ്പയോട് കടപ്പാടുണ്ട്. അപ്പോഴേ കുരുത്തത്തിൽ ജീവിക്കാൻ കഴിയുള്ളൂ. റഹ്മുറാഹിമീനായ റബ്ബേ, അവിടെ മാത്രം എൻ്റെ നാട്ടിലുണ്ട്, എനിക്കുണ്ട് കടപ്പാട്. എൻ്റെ നാട്ടിൽ പാപ്പ ഇരുന്നൊരു വീടുണ്ടായിരുന്നു. ആ വീട് എത്രയോ കൊല്ലായിട്ടും അതിങ്ങനെ ചോർന്നൊലിച്ചിട്ടും പൊളിക്കാതെ വെച്ചൊക്കെ ഇരുന്നു. അൽഹംദുലില്ലാ അത് പുതുക്കി പണിതു. ആ റൂമായി തന്നെ ശരിക്കും പണിതിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ പാപ്പ ഇരുന്ന വീടുകൾ, പാപ്പ ഇരുന്ന കട്ടിലുകൾ, പാപ്പാൻ്റെ തലപ്പാവുകൾ, പാപ്പാൻ്റെ വടി, അങ്ങനെ പാപ്പാൻ്റെ പല ആസാറുകൾ ഭൂമിയിൽ ഇന്നും ആസാറുകളായി സംരക്ഷിക്കപ്പെടുന്നു. ആരാ പാപ്പ? ഈ മലബാറിലേക്ക് മുത്തു റസൂലുള്ളാഹി എല്ലാ യോഗ്യതയും നൽകി. ഈ മലബാറിൻ്റെ അന്നത്തെ അവസ്ഥ എന്താണെന്നറിയോ? അന്നിവിടെ ബ്രിട്ടീഷുകാരനും പോർച്ചുഗീസുകാരനും അങ്ങനെയുള്ള യൂറോപ്യന്മാർ ഇന്ത്യ രാജ്യത്ത് കയറിക്കൂടി ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കുടിയിറക്കുകയും ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും പീഡനം നടത്തുകയും പല ജാതി മർദ്ദനങ്ങളും നടത്തുന്ന കാലത്താണ് ഖുതുബ് സമാന്റെ സ്ഥാനം നൽകി മമ്പുറത്തുകാരെ ഇവിടേക്ക് പറഞ്ഞയച്ചത്. വെറുതെ വന്നതല്ല പാപ്പ, ഇവിടെ വന്നു. ഇവിടെ ഒരു കുടുംബമായിട്ട് കൂടി, പെണ്ണെട്ടി കൂടി. മഹാനവറുകൾ ഫാത്തിമ ബീവിയിൽ മക്കളുണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ മമ്പുറത്തെ പാപ്പ ഇവിടെ ഈ മുഅ്മിനീങ്ങൾക്ക് എല്ലാ വിഭാഗം ആളുകൾക്കും പാപ്പ വലിയ അത്താണിയായി നിലകൊണ്ടു. പാപ്പാനെ മറികടക്കാൻ ഒരു ശക്തിക്കും സാധിച്ചില്ല. അന്ന് പാപ്പ ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് പലർക്കും പാപ്പ വലിയ എന്തായിട്ടുണ്ട്, എല്ലാവിധ സഹായങ്ങളും പാപ്പ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവേ, ആ പാപ്പാന്റെ കുരുത്തം ഞങ്ങൾക്ക് നൽകണം അല്ലാ, ആ പാപ്പാന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണം അല്ലാ. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ ഉറൂസ് മുബാറക്കൊക്കെ നടത്തുന്നത്. അങ്ങനെ പാപ്പാനെ തേടി വന്ന പല ആളുകൾ, വെളിയങ്കോട് ഉമർ ഖാലി അന്ന് വലിയ ദർസിൽ മുദരിസും ആയി പഠിക്കുന്ന കാലം, പാപ്പാൻ്റെ അടുത്ത് പാപ്പ ഒരു കുത്തുബാണെന്ന് ഔക്കോയ മൗലയുടെ അടുത്ത് നിന്നാണ് കേട്ടത്. അങ്ങനെ ചരിത്രങ്ങൾ പറയുന്നത്. പരപ്പനങ്ങാടി ബീച്ചിൽ മറവിട്ട് കിടക്കുന്ന ഔക്കോയ പാപ്പാൻ്റെ അടുത്തുനിന്ന് ആരെക്കുറിച്ച് കേട്ടു? മമ്പുറത്തെ പാപ്പ കുത്തുബിൻ്റെ മർത്തബയെന്ന് കേട്ടപ്പോൾ ഉമർ ഖാലി തങ്ങൾ അറിയാൻ വേണ്ടി വന്നു. ഉമർ ഖാലി തങ്ങൾ ഇവിടെ വന്നപ്പോൾ തൻ്റെ കൽബിൽ ഒരു ഇൽമുല്ല, ഒന്നും കിട്ടണില്ല. അപ്പൊ എന്താ, കുത്തുബ് സമാന്റെ ഹദറത്തിൽ കുത്തുബാണോന്ന് അറിയാൻ വന്നപ്പോ കുത്തുബ് അത് ഊരിയെടുത്തു. ഇൽമിനെ ഊരിയെടുക്കും കുത്തുബ്. മമ്പുറത്തോരോട് കളിക്കണ്ട, എല്ലാം ഊരിയെടുക്കാൻ അവിടുത്തെ കഴിയും. ഊരി അതിലെന്ത് ചെയ്തു? പാപ്പാന്റെ കൈ പിടിച്ച് വയ്യത്ത് ചെയ്തു. ബഹുമാനപ്പെട്ടവനാണല്ലോ മമ്പുറത്തോര് കുത്തുബാണെന്ന് ആദ്യമായി ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ പണ്ഡിതൻ വെളിയങ്കോട് ഉമർ ഖാലി തങ്ങളാണ്. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ബെയ്ത്ത് പാടിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ മമ്പുറത്തൊരു കുത്തുബാണെന്ന് പ്രഖ്യാപിച്ച മഹാനാണ് വെളിയങ്കോട് ഉമർ ഖാലി തങ്ങൾ. ആ ഉമർ ഖാലി തങ്ങൾ നേരത്തെ ഇവിടെ ഉസ്താദ് പറഞ്ഞല്ലോ, മക്കൻ്റെ അടുത്ത് ത്വായിഫിൽ അവിടെ പോയാൽ കാണാം ഉമർ ഖാലി തങ്ങളെ പേരിലൊരു പള്ളിയുണ്ട്. അന്ന് അറബികളൊക്കെ പട്ടിണി എടുക്കുന്ന കാലം, ഒരു കഴിവില്ലാത്ത കാലം. എണ്ണപ്പാടം തുറന്നിട്ടില്ല, എണ്ണ അവിടെ കുഴിച്ചെടുക്കൽ തുടങ്ങിയിട്ടില്ല, മീൻ പിടിക്കുന്ന വരുമാനം. ഹജ്ജിന് ചെയ്യുന്ന ഹാജിമാരെ അടുത്തുനിന്ന് എന്തെങ്കിലും തുട്ടുകൾ കിട്ടിയാൽ അതുകൊണ്ടൊരു കൊല്ലം ജീവിക്കുന്ന അറബികളാണ് അന്ന് അറേബ്യയിലുള്ളത്. അപ്പം അവിടെ ഒരു പള്ളി ഉണ്ടാക്കാനൊന്നും കഴിയൂല. അപ്പോൾ ആ ഉമർ ഖാലി തങ്ങള് അവിടെ എന്ത് ചെയ്തത്? ബഹുമാനപ്പെട്ടവർ തായിഫിൽ പള്ളി ഉണ്ടാക്കിയത്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചന് പാപ്പ എനിക്ക് സംഭവം തന്നു, ഞാൻ വിളിച്ചിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് എന്നോട് ചോദിച്ചു, ഒക്കെ റായത്തായില്ലേ എന്ന് ചോദിച്ചു. അൽഹംദുലില്ലാ, വളരെ സന്തോഷമായി. പലരും ചൂടിലും ഇടങ്ങേറിലും വിഷമത്തിലും വഴിയറിയാതെയും കെട്ടിത്തിരിഞ്ഞ് ഇടങ്ങേറായപ്പോൾ എനിക്കും എൻ്റെ കൂടെ ഉള്ളവർക്കൊന്നും
ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. അതൊരു കുരുത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു ആ കുരുത്ത ഇനിയും അള്ളാഹു നമുക്ക് നൽകട്ടെ, അള്ളാഹു നമുക്ക് നൽകി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ ഉമർ ഖാലി തങ്ങൾ പള്ളി ഉണ്ടാക്കിയ പള്ളി എവിടെ ഉണ്ട്? ഉമർ ഖാലി ഒമ്പർത്തെ പാപ്പാൻ്റെ മൂനീസായിരുന്നു. എവിടെ? പുതിയങ്ങാടി മറവിട്ടെടുക്കുന്ന യാഹൂതങ്ങൾ. യാഹൂതങ്ങൾ പാപ്പാൻ്റെ പേരെന്താ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ എന്നാ. മൂപ്പരെന്താ യാഹൂതങ്ങൾ എന്ന് പറയുന്നത്? മൂപ്പര് യാഹു യാഹു ചാടുകയും പൊന്തുകയും ചെയ്യുന്ന ആളായി ദിക്റിലീറ്റ്. അതുകൊണ്ടാണ് മൂപ്പർക്ക് യാഹു എന്ന് പേര് കിട്ടിയത്, ലഖ്ബലമ വീണത്. യാഹു വലിയ മഹാനായിരുന്നു യാഹു തങ്ങൾ പാപ്പ. ഞാൻ മുമ്പ് എൻ്റെ കൂടെ പുതിയങ്ങാടി ഭാഗത്തുള്ള ഒരു വയസ്സുള്ള ആജിയര് എൻ്റെ കൂടെ അജ്ജനുണ്ടായിരുന്നു, മക്കത്ത് അയമുണ്ണിയേജി എന്ന് പറയും. അദ്ദേഹം ഇപ്പം മരണപ്പെട്ടിട്ടുണ്ട്, ഖബറുള്ള സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. അന്നിങ്ങനെ ഇരുന്നപ്പോൾ മൂപ്പര് പറഞ്ഞു ഒരു ചരിത്രം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു അറിയപ്പെട്ട സംഭവമുണ്ട്. മമ്പർത്തെ പാപ്പ എൻ്റെയും അതുപോലെ തന്നെ പുതിയങ്ങാടി പാപ്പാൻ്റെയും കൂടി ബന്ധപ്പെടുത്തിയ ഒരു സംഭവം. അതെന്താണെന്ന് ചോദിച്ചു. മൂപ്പര് പറഞ്ഞെന്ന ചരിത്രമാണ്. പഴയ വയസ്സനാണ്, മക്കത്തുനിന്ന് ഹറമെന്നാണ് പറഞ്ഞു തന്നത്. എന്ത് പല കാലത്ത് പാപ്പാൻ്റെ ഹയാത്ത് കാലത്ത് ഒരു മുസ്ലിം 2 വായ ചേരും പുതിയങ്ങാടി ഭാഗത്ത്. ഒന്ന് മമ്പർത്തെ പാപ്പാക്കുള്ള വായ, ഒന്ന് പുതിയങ്ങാടി പാപ്പാക്കുള്ള വായ. രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട്. അതിൽ മമ്പർ രണ്ടിനും നല്ല വളമിട്ട് വെള്ളക്കെട്ടു. മമ്പർത്തെ പാപ്പാൻ്റെ വായ ഇങ്ങനെ വലുതായി ഭയങ്കര കൊലായിട്ട് ഇങ്ങോട്ട് ചാടി. പുതിയങ്ങാടി പാപ്പാക്ക് വെച്ച വായ ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ നിൽക്കുകയാണല്ലോ, തീരെ വലുതായിട്ടില്ല, ഒരു വലുപ്പമില്ല. അതാ വെച്ച മാതിരി തന്നെ ഇങ്ങനെ ഉണങ്ങിക്കുകയാണ്. ഇതൊരു മുസ്ലിം സഹോദരനല്ലേ. അപ്പോൾ ഇയാളിത് കൊല മൂത്ത് പഴുത്ത് വെട്ടാനായപ്പോൾ ഇയാളിങ്ങനെ ചെന്നിട്ട്, ഓ മമ്പുറത്തെ തങ്ങളമ്പുരാൻ വലിയ മഹാൻ തന്നെയാണ് എന്നൊക്കെ പറയുക. ബഹുമാനത്തോടു കൂടി ആ കൊല വെട്ടിയിട്ട് ബഹുമാനത്തോടു കൂടി അവിടെ വെച്ചു. എന്നിട്ട് തുണി ഇങ്ങോട്ട് മടക്കി കുത്തിയിട്ട്, എന്ത് പുതിയങ്ങാടി തങ്ങള് എന്ന് പറഞ്ഞിക്കാണ്ട് ഈ ഉണങ്ങിയ വായ ഇങ്ങോട്ട് പുറങ്ങെടുത്ത് വലിച്ചപ്പോൾ ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഒരു ആലാക്കിൻ്റെ കൊല ഇങ്ങോട്ട് വന്നല്ലോ. ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഹലാക്കിൻ്റെ കൊല ഇങ്ങോട്ട് വന്നു. അതിൽ ഇയാൾ ആകെ പേടിച്ചു പോയി. കാരണം ഇയാൾ എന്ത് പുതിയങ്ങാടി തങ്ങളെന്ന് വിചാരിച്ചല്ലോ, പറഞ്ഞല്ലോ. അതിൽ ഇയാൾ എന്ത് തീരുമാനിച്ചു, എന്നാൽ ഈ പുതിയങ്ങാടി പാപ്പാൻ്റെ കൊല ആദ്യം കൊണ്ടേ കൊടുക്കുക. അങ്ങനെ ഇതിങ്ങനെ ഏറ്റിയിട്ട്, വലിയ കൊലയാണ്, അതിങ്ങനെ ഏറ്റിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു, പുതിയങ്ങാടി പാപ്പാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നപ്പോൾ പാപ്പ ഇങ്ങനെ ചിരിച്ചുക, നിൻ്റെതൊക്കെ ഔത്താണ്, മമ്പുറത്ത് വരുന്നത് പുറത്താണ്, നിൻ്റെതൊക്കെ ഔത്താണ്, മമ്പുറത്ത് വരുന്നത് പുറത്താണ്. അത് അവർ തമ്മിലുള്ള ഒരു തമാശ ബന്ധമാണ്. പ്രിയമുള്ളവരെ, അങ്ങനത്തെ വലിയ മമ്പുറത്തെ പാപ്പാൻ്റെ മുരീദുമാരുടെ കൂട്ടത്തിൽ അത്രയും വലിയ കറാമത്തുള്ള മഹാൻ കാനാഞ്ചേരി പള്ളിയിൽ പാപ്പ ഒരിക്കൽ ജുമാക്ക് കൂടി മൗലിദിലുള്ളതാണ്. അതിലത്തൊരു ബാബസ്ഥാൻ്റെ മൗലിദിലുണ്ട് ആ സംഭവം. കാനാഞ്ചേരി പറഞ്ഞത് ഇപ്പം എൻ്റെ അറിവിൽ എൻ്റെ നാട്ടിൻ്റെ അടുത്താണ്. സാധ്യത ഉണ്ട്, കാരണം കാനാഞ്ചേരി പള്ളിക്ക് ഒരു 1000 കൊല്ലം പഴക്കമുണ്ട്. പാപ്പാൻ്റെ 156ാമത്തെ ഉറൂസാണിത്. അപ്പോൾ പാപ്പ എന്താണെങ്കിലും ഉള്ള കാലത്ത് കാനാഞ്ചേരി പള്ളി ഉണ്ട്. അപ്പം ജുമാക്ക് കൂടി വയലു പറഞ്ഞപ്പോൾ ആരും ജുമ എറിഞ്ഞ് പോയിട്ടില്ല. അപ്പോൾ പാപ്പാൻ്റെ ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടി പാപ്പ അങ്ങനെ വയലിന് നിന്നേക്കേനെ പറഞ്ഞത്ര, ഇന്ന് ഈ പള്ളിയിലും മക്കത്തെ പള്ളിയിലും ജുമാക്ക് പങ്കെടുത്ത 2 ആൾ ഈ പള്ളിയിലുണ്ട്. അതാരാണെന്ന് ചോദിച്ചാലോ, ഇന്ന് ഈ പള്ളിയിൽ കാനാഞ്ചേരി പള്ളിയിലും മക്കത്തെ പള്ളിയിലും ജുമാക്ക് പങ്കെടുത്ത 2 ആളുണ്ട്. അതാരാണ്? 2 വട്ടം ചോദിച്ചു, 3 വട്ടം ചോദിച്ചു, ആരും പറഞ്ഞില്ല. അപ്പോൾ പാപ്പ പറഞ്ഞു, എന്താ ഞാൻ പറഞ്ഞിട്ട് ആളെ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ ഞാൻ ഔലിയാക്കളെ കൊടുത്തുനിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞു. അതിന് കഴിയും, കുത്തുബിന് കഴിയും. ഒരാളെ വലിയ ആക്കാനും ആയവനെ പുറത്താക്കാനും ഒക്കെ കഴിയും. അല്ലാഹുവേ മമ്പുറത്ത് വരെ മദത് ഞങ്ങൾക്ക് തരണമല്ല. ഞങ്ങൾ ഈ വയലിന് ഇവിടെ കൂടിയിട്ടുള്ളത് ആ മദത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് എല്ലാ നൂറും ഞങ്ങൾക്ക് നൽകണം. അവിടുത്തെ 100 കിട്ടിയോലെ കൂടുതൽ ഞങ്ങളെ പെടുത്തണം അല്ല. ഇത് മുത്തുനബി ഹയാത്ത് കാലത്ത് പറഞ്ഞു വെച്ചതാണ്. അഹ്ലുബൈത്തി കസഫീനത്തി നൂഹ്, എൻ്റെ കുടുംബം നൂഹ് നബിൻ്റെ കപ്പൽ പോലെയാണ്.
വെറുതെ പറഞ്ഞതല്ല. ആ കപ്പൽ നമുക്ക് ഇവിടെ ഉണ്ട്. അതാണ് മമ്പുറത്ത് ഈ സയ്യിദന്മാരൊക്കെ അതാണ് അവരുമായുള്ള നമ്മളെ ബന്ധം. അതാണ് ഇപ്പൊ ഖുറാ തങ്ങൾ പാപ്പ വഫാത്തായി, നമ്മളെ നേതാവാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കട്ടെ, അവിടുത്തെ ദറജ അള്ളാഹ് ഏറ്റി കൊടുക്കുമാറാകട്ടെ.